തിരുവചനം തിരുവചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമൃദ്ധമായ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരെ, വചനത്തിന് വേണ്ടി നമ്മൾ കാതോർക്കുമ്പോൾ കർത്താവ് ഇന്ന് നമ്മോട് സംസാരിക്കുന്ന വചനം വഴി നമുക്കും നമ്മുടെ കുടുംബത്തിലും വിശ്വാസത്തിൻ്റെ വെളിച്ചം വീശട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സൗഖ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ സമൃദ്ധമായ അഭിഷേകം ഉണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകലരുടെ മേലും സ്വർഗത്തിലെ സമ്പത്ത് വർഷിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഇവരുടെ വേദനകളിൽ ആശ്വാസം നൽകണമേ, രോഗങ്ങളിൽ സൗഖ്യം നൽകണമേ, ദുഃഖങ്ങളിൽ സമാധാനം നൽകണമേ. കർത്താവെ, എല്ലാവിധ പീഡകളിൽ നിന്നും ഈ ദൈവജനത്തെ അവിടുന്ന് മോചിപ്പിക്കണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളിന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ഒരുപാട് പേരുടെ മനസ്സിൽ കിടക്കുന്ന ഒരു സംഗതിയാണ്: എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം കിട്ടാത്തത്? എന്താണ് എൻ്റെ പ്രാർത്ഥന ഇതുപോലെ തടസ്സപ്പെട്ട് കിടക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ്: നിങ്ങൾ ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശയെ തൃപ്തിപ്പെടുത്താൻ തിന്മയായിട്ടുള്ളത് ചോദിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ലഭിക്കാത്തത് എന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. യാക്കോബ് 4:3. നിങ്ങൾ ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ തിന്മയായിട്ടുള്ളത് ചോദിക്കുന്നത് കൊണ്ടാണ് നമുക്കത് ലഭിക്കാത്തത് എന്നാണ് ഒരു കാര്യമായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നത്. പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം, നമ്മൾ പ്രാർത്ഥിച്ചിട്ടും അപേക്ഷിച്ചിട്ടും അനേക ദിവസങ്ങൾ ഇരുന്നിട്ടും എന്തുകൊണ്ടാണ് അത് നടക്കാത്തത് എന്ന ചോദ്യത്തിന് ഒരുത്തരം ഇതാണ്: നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ പലപ്പോഴും നമ്മുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി തിന്മയായിട്ടുള്ളത് നമ്മൾ കർത്താവോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയ്ക്ക്, ഈ വിളിച്ചപേക്ഷയ്ക്ക് ഉത്തരം കിട്ടാത്തത് എന്നാണ് ഒരു കാരണമായിട്ട് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും നാൾ ഞാൻ പ്രാർത്ഥിച്ചു എന്നതിലല്ല, എത്ര നാൾ പ്രാർത്ഥിച്ചു, എങ്ങനെ പ്രാർത്ഥിച്ചു എന്നതിലൊക്കെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചിലർ പരാതി പറയും, ഞാൻ ഒരുപാട് വർഷമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്. അത് നിങ്ങളെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ തിന്മയായിട്ടുള്ളതാണോ നിങ്ങൾ ദൈവത്തോട് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. രണ്ടാമത്തെ കാര്യമായിട്ട് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം അധ്യായം 1:7 മുതൽ വചനങ്ങളാണ്. അത് ഇങ്ങനെയാണ്: എല്ലാ കാര്യങ്ങളിലും സംശയമനസ്കനും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് കർത്താവിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതരുത്. പ്രൈസ് ദി ലോർഡ്. എല്ലാ കാര്യങ്ങളിലും സംശയമനസ്കനാണ്, ചഞ്ചല പ്രകൃതിയാണ്. അങ്ങനെയുള്ള വ്യക്തിക്ക് കർത്താവിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്ന് നിങ്ങൾ കരുതരുത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അതിൻ്റെ തടസ്സവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചിന്തയിലേക്ക് വചനം കൊണ്ടുവന്ന ഇതാണ്. ഒന്നാമത്, ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ തിന്മയായിട്ടുള്ളത് ദൈവത്തോട് ചോദിക്കുന്നു. രണ്ടാമത്, സംശയമനസ്കൻ എന്ന് വെച്ചാൽ വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവൻ. പിന്നെ ചഞ്ചല പ്രകൃതിയാണ്, കാറ്റത്താടി ഉലയുന്ന ഞാങ്ങണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ളവർക്ക് കർത്താവിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്ന് കരുതരുത്. പ്രാർത്ഥിച്ചു ഒക്കെ ശരിയാണ്, ചോദിച്ചു ഒക്കെ ശരിയാണ്, കിട്ടും എന്ന് കരുതരുത്. മൂന്നാമതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്ന യെശയ്യാപ്രവചനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ്: നീ കരമുയർത്തുമ്പോൾ ഞാൻ നിന്നിൽ നിന്ന് മുഖം മറയ്ക്കും, നീ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല, കാരണം നിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ്. നിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ്. നിങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിവിൻ, നിങ്ങളുടെ അകൃത്യങ്ങൾ മാറ്റിക്കളയുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കരമുയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറച്ചു കളയും എന്ന് വെച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവം തൻ്റെ മുഖം
നമ്മുടെ നേരെ നിന്ന് മറയ്ക്കും. നമ്മളെത്ര പ്രാർത്ഥിച്ചാലും കർത്താവ് കേൾക്കില്ല. കാരണം നമ്മുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. എന്ന് വെച്ചാൽ പാപത്തിലോ പലവിധ തിന്മയുടെ സ്വാധീന വലയത്തിൽപ്പെട്ട് ലോകമോഹങ്ങളിലോ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരാണ് നമ്മളെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ കർത്താവിന് ഉത്തരം തരാൻ പറ്റും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ കുറേ അങ്ങ് പ്രാർത്ഥിച്ചു കൂട്ടുന്നത് കൊണ്ടല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. മറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവങ്ങളുടെ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മനോഭാവം നന്നായതുകൊണ്ട് മാത്രമല്ല, എല്ലാത്തിനും അടിസ്ഥാനം ദൈവത്തിൻ്റെ ദയയാണ്, കരുണയാണ്. എങ്കിലും അതിൻ്റെ മനോഭാവവും കൂടി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായം 8-ാമത്തെ വാക്യം അതിങ്ങനെയാണ്: ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോട് കൂടെ ആകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചേ, അതായത് ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോട് കൂടെ ആകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. അല്ലെങ്കിലോ ആ പ്രാർത്ഥന അത്രയും നല്ലതല്ല. അപ്പോൾ പലപ്പോഴും തടസ്സം നേരിടുന്നത് ഈ ഇങ്ങനെയുള്ള സംഗതികളിൽ കുടുങ്ങിയിട്ടാണ്. 3-4 കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഇപ്പോൾ ദൈവവചനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പരാതി പറയുന്നവർ, നിരാശപ്പെട്ടിരിക്കുന്നവർ ഈ കാര്യങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ നീ ഒരുപാട് പ്രാർത്ഥിച്ചു എന്നുള്ള സത്യമാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചു, ഒരുപാട് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു, വർഷങ്ങളോളം പ്രാർത്ഥിച്ചു. എന്നാൽ ഈ തടസ്സമായി നിൽക്കുന്ന സംഗതികളെ നീക്കം ചെയ്തിട്ടാണോ നീ നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോയത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ കാര്യം നമ്മൾ കേട്ടത് ഇതാണ്: ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ തിന്മയായിട്ടുള്ളത് നീ കർത്താവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ? ചഞ്ചല മനസ്കനും എല്ലാ കാര്യങ്ങളിലും സംശയം ഉള്ള ഒരു വ്യക്തിയാണോ നീ? അപ്പോൾ ദൈവത്തോടൊരു കാര്യം ചോദിച്ചു, അത് കിട്ടുമോ കിട്ടില്ല എന്നുള്ള സംശയമാണ്, പിന്നെന്തിനാ പ്രാർത്ഥന? അതുപോലെ തന്നെ നീ കരമുയർത്തുമ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം മറയ്ക്കാൻ പാകത്തിന് നിൻ്റെ കരങ്ങൾ രക്തപങ്കിലമാണോ? അകൃത്യങ്ങളിൽ നിന്നുകൊണ്ടാണോ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? തിന്മ ഉപേക്ഷിക്കാൻ മനസ്സില്ലാതെ, എന്നുവെച്ചാൽ നമ്മൾ സാധാരണ പഴഞ്ചൊല്ല് പോലെ പറയുന്നതാണല്ലോ, കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലുള്ളത് എടുക്കുകയും ചെയ്യണം. അങ്ങനെ പാപവും അതുമായി ബന്ധപ്പെട്ട കൂട്ടുകെട്ടുകളും അതുമായി ബന്ധപ്പെട്ട സുഖങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ മനസ്സില്ലാതെ നീ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി രാവും പകലും കർത്താവിൻ്റെ സന്നിധിയിൽ ചുമ്മാ സമയം ചെലവഴിക്കുന്ന ഒരു പ്രാർത്ഥനക്കാരനാണോ എന്ന് ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തോബിത്തിന്റെ പുസ്തകത്തിൽ പഠിപ്പിച്ചു 12:8 അതിങ്ങനെ ആയിരുന്നില്ലേ: ഉപവാസം, ദാനധർമ്മം, നീതി, ഇത് 3 കൂടെ കൂടി ചേർന്ന് നീ നടത്തുന്ന പ്രാർത്ഥന നല്ലതാണ്, സ്വീകാര്യമാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരുന്ന നമ്മുടെ പ്രാർത്ഥനാഭ്യാസങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചേർക്കുകയും ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് നമുക്കൊരു വിശകലനം നടത്തണം. ഹല്ലേലൂയ. തിരിഞ്ഞ് ചിന്തിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സഭയിൽ നിന്ന് നമ്മൾ മുൻപോട്ട് പോയപ്പോൾ പരാതി പറഞ്ഞു, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല, ഞാൻ വിളിച്ചപേക്ഷിച്ചു, ദൈവം കണ്ടില്ല, അവിടെ നിന്നിൽ നിന്ന് മുഖം തിരിച്ചു വെച്ചിരിക്കുകയാണോ എന്ന് പരാതി പറയുമ്പോൾ നമ്മൾ ഈ കേട്ട 2-3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് അതുമായി നമ്മളൊന്ന് കമ്പയർ ചെയ്തിട്ട് വേണം നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാൻ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ അന്ധനെ കർത്താവ് സുഖപ്പെടുത്തിയിട്ട് ആ അന്ധനെ പിന്നെ ഫരിസേയരും നിയമജ്ഞരും ഒക്കെ ദേവാലയത്തിൽ വെച്ച് കാണുമ്പോൾ അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ആരാണ് നിന്നെ സുഖപ്പെടുത്തിയത്? യേശുക്രിസ്തുവാണ് എന്നെ സുഖപ്പെടുത്തിയത്. ആ മനുഷ്യൻ നിന്നോട് എന്ത് പറഞ്ഞു? അവനിങ്ങനെ പറഞ്ഞു. അപ്പം അവർ പറയുന്നുണ്ട്, ഇത് അവൻ പാപത്തിൽ ജനിച്ച, അല്ലെങ്കിൽ അവൻ സാപത്ത് ആചരിക്കുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ അന്ധൻ പറയുന്നൊരു വാക്കുണ്ട്, അതിങ്ങനെയാണ്: ലോകം ഉണ്ടായത് പിന്നെ ഇന്ന് വരെ ഒരന്ധൻ്റെ കണ്ണ് ആരും തുറന്നായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അവൻ പാപത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, യേശുക്രിസ്തു പാപം ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കറിയില്ലേ പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെന്ന്. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല എന്ന് നമുക്കറിയാമല്ലോ എന്ന് ഈ അന്ധൻ ആ ഫരിസേയരോടും നിയമജ്ഞരോടും പറയാണ്. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ലെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അവൻ പാപിയാണെങ്കിൽ പിന്നെ എങ്ങനെ എൻ്റെ കണ്ണ് തുറക്കാൻ പറ്റും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അതുകൊണ്ടാണ് യേശയ്യാ പ്രവചനത്തിൽ പറഞ്ഞത്, നിൻ്റെ കരങ്ങൾ രക്തപങ്കിലമാണ്,
നീ അത് കഴുകി വെടിപ്പാക്കുക. അപ്പോൾ ഞാൻ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കും. 2 ദിനവൃത്താന്തം അതിൻ്റെ 7-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന വചനം ഇങ്ങനെയാണ്: എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി അവരുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ പ്രാർത്ഥന കേൾക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുക. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുക. 2, തങ്ങളെ തന്നെ എളിമപ്പെടുത്തുക. ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ അവരുടെ പ്രാർത്ഥന ഞാൻ കേൾക്കും. ഹല്ലേലൂയ. അവരുടെ പ്രാർത്ഥന ഞാൻ കേൾക്കുകയും അവരുടെ പാപം ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ഇതാണ് കർത്താവിൻ്റെ വാഗ്ദാനം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടാവും. കാരണം ഈ വചനവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ നിലവിളിക്ക്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ കണ്ണുനീരിന് ഉത്തരം കിട്ടാതെ പോയത് എന്നതിൻ്റെ കാരണം എന്താണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ദാനധർമ്മം, ഉപവാസം, നീതി, ഇത് 3 കൂടെ കൂടി ചേർന്നിട്ട് നീ നടത്തുന്ന പ്രാർത്ഥന നല്ലതാണ്, ബെസ്റ്റാണ്. എന്നാൽ ഇതില്ലാതെ നീ പ്രാർത്ഥനാ അഭ്യാസങ്ങൾ തുടരുമ്പോൾ സമയം കളയാം എന്നല്ലാതെ അതിനകത്ത് ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകുന്നില്ല. മറ്റൊരു കാര്യം കൂടി ഉള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദാനധർമ്മവും ഉപവാസവും നീതിയൊക്കെ ഉണ്ട്, എന്നിട്ടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ടാണ് കാലവിളംബം വരുന്നത്? എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സമയത്ത് പ്രവർത്തിക്കും. നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ടോ നീതിയും ഉപവാസവും ദാനധർമ്മവും മാത്രം നടത്തിയതുകൊണ്ടോ കാര്യമില്ല. മറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി ഒരു കാത്തിരിപ്പ് കൂടി നടത്തണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ആ സ്ത്രീ വളരെ ഭക്തിയുള്ള, നീതിയുള്ള, വളരെ ദൈവവിശ്വാസമുള്ളൊരു സ്ത്രീയാണ്. ആ സ്ത്രീ പറയാണ്, ഭർത്താവ് വളരെ മോശമായിട്ട് ജീവിച്ചു. എന്നിട്ട് ആ സ്ത്രീ ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി 20 വർഷത്തോളം നിരന്തരമായി പ്രാർത്ഥിച്ചു, മടുപ്പ് കൂടാതെ. അപ്പം ഈ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന സംഗതികളൊക്കെ മനസ്സിലാക്കി, കരങ്ങൾ ശുദ്ധമാക്കി, നീതിയും ഉപവാസവും ദാനധർമ്മവും ഒക്കെ അഭ്യസിച്ച്, കർത്താവിലുള്ള വിശ്വാസത്തിൽ ഉറച്ച്, ചഞ്ചല മനസ്കനാകാതെ, ദുരാശകളില്ലാത്ത ഒരാത്മരക്ഷയ്ക്ക് വേണ്ടി ആ ദാസി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീണ്ട 20 വർഷം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയുടെ ഭർത്താവിന് വലിയ മാനസാന്തരം നമ്മുടെ കർത്താവ് കൊടുത്തു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഒരു നീണ്ട കാലയളവ് ഈ പ്രാർത്ഥനയുമായി ആ സ്ത്രീ യുദ്ധം ചെയ്യുകയാണ്. അതാണ് നമ്മൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നൊരു സംഗതിയുണ്ട്. 20-ാം അധ്യായത്തിൽ ഹെസക്കിയ രാജാവ് രോഗബാധിതനായി തീർന്നു. അദ്ദേഹം രോഗം ബാധിച്ച് കിടപ്പായപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത യേശയ്യാപ്രവാചകൻ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? ദൈവത്തോട് പറയുന്നൊരു വാക്കുണ്ട്: ദൈവമേ, എത്ര വിശ്വസ്തയോടും എത്ര ആത്മാർത്ഥതയോടും കൂടെയാണ് ഞാൻ നിൻ്റെ സന്നിധിയിൽ വ്യാപരിച്ചത് എന്ന് നീ ഓർക്കണമേ. അതാണ് തോബിത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ നീതി എന്ന് പറയുന്ന സംഗതി. അപ്പം പ്രിയപ്പെട്ട അത് ഇദ്ദേഹം ഇങ്ങനെ വളരെ നീതിമാനായി, വളരെ വിശ്വസ്തനായി, വളരെ സ്നേഹത്തോടെ ദൈവസന്നിധിയിൽ വ്യാപരിച്ചു എന്ന കാര്യം ഓർക്കണമേ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തൻ്റെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു ഉറപ്പുണ്ടായിരുന്നു. എന്താ ഉറപ്പ്? ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ നീതിയോടെയാണ് ഇത്രയും നാൾ വ്യാപരിച്ചത്, ഞാൻ വിശ്വസ്തയോടെയാണ് ഇത്രയും നാൾ വ്യാപരിച്ചത്, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. കാരണം കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഈ വിധത്തിലുള്ള മേഖലകളെ നമ്മൾ കണ്ടെത്തി അതിൽ നിന്ന് നമ്മൾ മാറി നിന്നിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ സമയം ചെലവഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനുത്തരം കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, അതല്ലാതെ അനീതിയുടെ മുകളിൽ കൊട്ടാരം പണിത് വഞ്ചനാത്മകമായ ജീവിതം നയിച്ച്
സഹോദരങ്ങളോട് ദ്രോഹകരമായ കാര്യം ചെയ്ത് പലവിധ തിന്മകൾക്ക് അടിമപ്പെട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സമയം പോക്കലാണ്, അത് വൃഥാവിലാണ്, അത് നമുക്ക് ഗുണകരമായ ഒരു സംഗതിയല്ല എന്ന് വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്യാം, ഒന്ന് പരിശോധിക്കാം. കർത്താവെ, ഞാൻ പരാതി പറയുമ്പോൾ എൻ്റെ മനോഭാവങ്ങൾ, എൻ്റെ പ്രവൃത്തി പദത്തിലുള്ള സംഗതികൾ തിരുത്താൻ ഞാൻ എത്രമാത്രം തയ്യാറാണ്. ഹല്ലേലൂയ. എന്നുവെച്ചാൽ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാതെ കിട്ടേണ്ടത് നമുക്ക് കിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇതിനകത്ത് നമ്മൾ ചേർക്കണം. നമ്മൾ ഉപേക്ഷിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും നമ്മൾ സ്വീകരിക്കണമെന്നും നമ്മൾ ചെയ്യണമെന്നും ദൈവം നിശ്ചയിച്ച കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ചോദിക്കുന്ന കാര്യത്തിൻ്റെ മേൽ ദൈവം ഇടപെടും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീ ഒരു കാര്യം ചോദിക്കാനായിട്ട് പോകുമ്പോൾ നീ ചഞ്ചല പ്രകൃതിയായ ഒരു മനുഷ്യനാണോ? നീ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും കാര്യം ചോദിക്കാൻ പോവാണോ? നീ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയാതെ നിൻ്റെ പാപത്തെ കൂടെ നിർത്തിക്കൊണ്ടാണോ നീ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെല്ലുന്നത് എന്ന് ചിന്തിക്കണം. എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം, എൻ്റെ സഹോദരങ്ങളെ, നമ്മളാണ്, ക്രിസ്ത്യാനികളാണ് ദൈവത്തിൻ്റെ നാമം പേറുന്ന ജനം. ഈ ജനമായ നമ്മൾ, കർത്താവിൻ്റെ നാമം പേറുന്ന നമ്മൾ എന്താ ചെയ്യേണ്ടത്? കർത്താവിനെ അന്വേഷിക്കണം. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം. ദൈവത്തെ അന്വേഷിച്ച് നമ്മളെ ജീവിതത്തെ നമ്മൾ എളിമപ്പെടുത്തണം. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വളരെ എളിമയോടും നല്ല മനസ്സോടും കൂടെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മളെ തന്നെ എളിമപ്പെടുത്തി ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞാൽ ദൈവം എന്താ ചെയ്യാൻ പോണത്? നമ്മുടെ പാപം നമ്മൾ ക്ഷമിക്കും. പാപം ക്ഷമിച്ചു കഴിഞ്ഞാൽ പാപിയുടെ പ്രാർത്ഥനയ്ക്കല്ലേ ഉത്തരമില്ലാത്തുള്ളൂ, അല്ലാത്തവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടല്ലോ. നീതിമാൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ തീരുമാനത്തെ തിരുത്താൻ, മാറ്റാൻ കഴിവുള്ള പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നമ്മളെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ഉറച്ച വിശ്വാസത്തിൽ നിലനിന്ന് നമ്മൾ ദുരാശകളെ തൃപ്തിപ്പെടുത്താത്ത വിധത്തിൽ ഒരു പ്രാർത്ഥനയാണ് നടത്തുന്നതെങ്കിൽ അത് കിട്ടും. അത് ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് വാഗ്ദാനമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് കർത്താവ് വ്യത്യാസം വരുത്തില്ല. അതുകൊണ്ടാണ് പ്രഭാഷകൻ 38:9 പറയുന്നത്, മകനെ, മകളെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ നീ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപം അല്ലെങ്കിൽ നമ്മുടെ സംശയം, നമ്മുടെ ദുരാശകൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഉദാസീനതയിലേക്ക് നയിക്കാൻ ഘടകങ്ങളാണ്. പക്ഷേ ഒരു നീതിയിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും ജീവിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ഉറപ്പുണ്ട് സഹോദരങ്ങളെ, നമ്മൾ പറയുന്ന കാര്യം നമ്മുടെ കർത്താവ് ചെയ്യും. നമ്മുടെ പറയുന്ന കാര്യത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകും. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിൽ നമ്മളൊരു വ്യക്തിയെ പരിചയപ്പെടുന്നുണ്ട്. അത് കൊർന്നേലിയസ് എന്ന് പറയുന്ന ശതാധിപനാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അത് ദൈവം നേരിട്ട് അദ്ദേഹത്തെ അറിയിക്കുന്നുണ്ട്. എന്താണ് ദൈവം പറയുന്നത്? നിൻ്റെ ദാനധർമ്മങ്ങളും നിൻ്റെ പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു. അവൻ നമ്മൾ ചിന്തിച്ച് നോക്കിയേ, ഒരുപാട് പേര് കഷ്ടപ്പെടുന്നു കിടന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ദൈവം കേൾക്കണില്ല. എന്താ കാരണം? 5 പൈസയുടെ നന്മ അവരുടെ ജീവിതത്തിലില്ല. എന്ന് വെച്ചാൽ ദരിദ്രരോട് ഒരു പരിഗണനയില്ല, പാവപ്പെട്ടവരോട് ഒരു പരിഗണനയില്ല, ദശാംശം പോലും കൊടുക്കില്ല, നീതി ഇല്ല, അവിടെ സ്നേഹം ഇല്ല. എന്നിട്ട് വാതോരാതെ വലിയ വാക്കുകളിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അത് നിരർത്ഥകമാണ്. ആ പ്രാർത്ഥനാ ജീവിതം വ്യർത്ഥമാണ്. നോക്കൂ, ഈ കൊർന്നേലിയസ് എന്ന ശതാധിപൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുത്തതിൻ്റെ പിന്നിൽ 2 കാര്യമുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ദാനധർമ്മം, അദ്ദേഹത്തിൻ്റെ ആ എളിമ. എന്നുവെച്ചാൽ അത്രയും വലിയ ധനാഠ്യനായിരുന്നിട്ടും, അത്രയും വലിയൊരു പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തി ആയിരുന്നിട്ടും അദ്ദേഹം എന്ത് എളിമയോടെയാണ് ആ ദിനവൃത്താന്തം 2 നമ്മൾ വായിക്കുന്നു. തങ്ങളെ തന്നെ എളിമപ്പെടുത്തി തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് അവർ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പാപം ഞാൻ ക്ഷമിക്കും, അവരുടെ ദേശം ഞാൻ സമ്പുഷ്ടമാക്കി മാറ്റും. എൻ്റെ സഹോദരങ്ങളെ, ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണെങ്കിൽ ഇതെനിക്ക് നിങ്ങൾക്കും പ്രാപിക്കാൻ പറ്റും. ഇതിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ തിരിച്ചു വിടണം. വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച്, വചനത്തിൽ വിശ്വസിച്ച്,
വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മൾ ഉപേക്ഷിക്കേണ്ടവ ഉപേക്ഷിച്ച് സ്വീകരിക്കേണ്ടത് തള്ളേണ്ടത് തള്ളിയും കൊള്ളേണ്ടവ കൊണ്ടും ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിലനിന്ന് കരങ്ങൾ ഉയർത്തി ദൈവമേ എനിക്കിത് ചെയ്യണമെന്ന് പറയുമ്പോൾ കർത്താവ് അത് ചെയ്യും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അവിടെയാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചോളുക, ഞാൻ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം നമ്മളിൽ നിലനിൽക്കുകയും കർത്താവ് നമ്മളിൽ വസിക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചോളുക, അവിടെ നിങ്ങൾക്ക് തരും. അതാണ് വാഗ്ദാനം. അപ്പോൾ കർത്താവിൻ്റെ വചനം നമ്മളിൽ നിലനിന്നാൽ, കർത്താവിൻ്റെ ഹിതം നമ്മൾ അന്വേഷിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടാവും, അതിന് തടസ്സം ഉണ്ടാവില്ല. ഇതാണ് കർത്താവ് നമുക്കിന്ന് നൽകുന്ന ബോധ്യം. നമുക്ക് ഈ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കാം. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചോളുക. അപ്പം നമ്മൾ ദൈവത്തിൽ വസിക്കണം, നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ നിലനിൽക്കണം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചാൽ കർത്താവ് നമുക്കത് ചെയ്തു തരും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്ക് കർത്താവിലേക്ക് മടങ്ങാം. നമ്മുടെ കരങ്ങളെ നമുക്ക് വിശുദ്ധീകരിക്കാം, നമ്മുടെ മനോഭാവങ്ങളെ മാറ്റാം. വിശ്വാസത്തിൽ എന്തെങ്കിലും ഒരു കരടുണ്ടെങ്കിൽ അതെടുത്തു കളഞ്ഞ് നമുക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം. ദുരാശകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം നിനക്കുണ്ടെങ്കിൽ അത് മാറ്റിക്കളയാം. എന്നിട്ട് കർത്താവിൻ്റെ നാമം പേർന്ന് നമുക്ക് നമ്മുടെ കർത്താവിനെ അന്വേഷിക്കാം, പൂർണ്ണ മനസ്സോടെ അന്വേഷിക്കാം. അപ്പോൾ പ്രാർത്ഥനയുടെ തടസ്സങ്ങൾ നീങ്ങി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തരും. കണ്ണുകളടച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്നോളം ഞാൻ നടത്തിയിട്ടുള്ള പ്രാർത്ഥനകൾ ഏത് മനോഭാവത്തിലുള്ളതായിരുന്നു, ഏത് വിധത്തിൽ ഉള്ളതായിരുന്നു എന്ന് ചിന്തിക്കാൻ ഈ വചനം നിങ്ങളെ സഹായിക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കത് അനുഗ്രഹത്തിന് കാരണമായി തീരും. നിങ്ങളെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി നമ്മുടെ മനോഭാവങ്ങളിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ വന്നിട്ടുള്ള കുറവുകളെ പരിഹരിച്ച് നമ്മുടെ കർത്താവിലേക്ക് മടങ്ങാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾക്ക് പ്രത്യാശ നൽകട്ടെ. ഇന്ന് കേട്ട ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു പുതിയ തീരുമാനമെടുത്ത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ പടുത്തുയർത്താൻ നമുക്ക് പരിശ്രമിക്കാം. ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോട് കൂടെ ആകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. തോബിത്ത് 12:8. ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോട് കൂടെ ആകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. അല്ലെങ്കിലോ ചിന്തിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ.